சிறு பார்வை பார்த்திட முடியுமா முடியுமா வலை வீசி வீசி பார்க்கின்றேன் உன் காதல் கிடைக்குமா இஷ்டமான அன்பரே இஷ்டமான அன்பரே ஒரு முறை என்னை நீ பாரடா கஷ்டமாக உள்ளதே கஷ்டமாக உள்ளதே காதலோடு என்னை நீ பாரடா ആണോ എന്നാ വാ. ഡീ നീ എന്തിനാ എൻ്റെ ബാഗിലേക്ക് സിഗരറ്റിന്റെ പെട്ടി എടുത്തിട്ടെ? അതൊക്കെ എനിക്ക് ഇഷ്ടല്ലേ, ഞാൻ ഇയാളോട് പറയണത്. ചേട്ടാ എനിക്ക് പറയാൻ സൗകര്യമില്ല. അതെന്താ നിനക്ക് പറയാൻ സൗകര്യമില്ലാത്ത? അതിനെന്താ ഇയാളോടത്തേക്ക് പറഞ്ഞേ? മാറിക്ക്. கனவே உனை வந்து சேர நான் இங்க வரம் ஒன்று கேட்டு என் மரணம் நெருங்கிடும் போதும் உன் நினைவில் வாழ்ந்திடுவேன். தீராத துயரத்தில் நானும் காற்றோடேன் கடந்தாய் நீயும் நீங்காத நினைவொளியான அன்பே அன்பே. ഇപ്പൊ ഇതാരും മെസ്സേജ് അയച്ചേ? ആ ഇവനാണോ? എന്താ? ഞാൻ നിന്റെ അടുത്ത് കോളേജിലൊക്കെ വഴക്കുണ്ടാക്കി നടന്നത് ചുമ്മാ ഫണ്ടിന് വേണ്ടിയായിരുന്നു, എന്തെങ്കിലും മെമ്മറീസ് വേണ്ടെന്ന് ഓർത്തിട്ട്. അത് നീ സീരിയസ് ആക്കി എടുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അന്ന് സിഗരറ്റ് ഇട്ടത് ഞാൻ തന്നെയാ. കാരണം നീ എൻ്റെ കാര്യമൊക്കെ ചെന്നിട്ട് ഓഫീസിൽ വെച്ച് പാര വെക്കാറില്ലേ, അപ്പോൾ എനിക്കൊരവസരം കിട്ടാത്തതുകൊണ്ട് ജസ്റ്റ് ഫണ്ടിനിട്ടതാ. അപ്പോൾ സസ്പെൻഷൻ വരെ പോകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നീ പോയി സസ്പെൻഷൻ ഇത് കിട്ടിയെന്ന് എനിക്ക് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റൊക്കെ തോന്നി. പിന്നെ നിന്റെ കയ്യിരിപ്പ് കൊണ്ടാ എന്നൊക്കെ ഞാൻ ഓർത്തു. ബട്ട് ഇതിന് തിരിച്ച് നീ ഇങ്ങനെ എനിക്ക് തവണയായിട്ട് പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഞാൻ വെരി സോറി. ഞാൻ കാരണം നിനക്ക് സസ്പെൻഷൻ കിട്ടിയേ. പിന്നെ എന്നോട് കാണിച്ചത് നീ വേറെ ഒരു പണിയോട് കാണിക്കരുത്, എത്ര പറയാനുള്ളൂ. ഇന്നാ എനിക്ക് റെക്കോർഡും എൻ്റെ പണ്ടത്തെ അസൈൻമെൻറ്റും എനിക്കൊന്നും വേണ്ട. ഇനി ഞാൻ നീ തമ്മിൽ ഒരു ബന്ധമില്ല, തീർന്നു. എൻ്റെ വല്യച്ഛൻ്റെ വല്യമ്മയുടെ മോൻ, അത്രേ ഉള്ളൂ. കോളേജിൻ്റെ സീനിയർ, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, എൻ്റെ ശരിക്കുള്ള മുഖം നിങ്ങളാരും കാണാത്തോണ്ടാ മോളെ. പിന്നെ നിന്നെക്കാളും അടിപൊളി ചരക്കിനെ ഞാൻ കണ്ടേക്കണു. അപ്പോഴാ നീയൊക്കെ ഒരു പുല്ല്, അത്രേ ഉള്ളൂ. നിനക്കങ്ങനെ അത്രയായിട്ട് കണ്ടുള്ളൂ. ഇതുപോലെ നിനക്ക് സഹിക്കാൻ പറ്റൂലെങ്കിൽ നീ അപ്പോൾ എന്തോരം സഹിച്ചാലും എൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പോഴേ അപ്പോളജൈസ് ചെയ്ത് നന്നായി. ഞാൻ വേറെ പലതൊക്കെ ചിന്തിച്ചിരിക്കുമായിരുന്നു. ഇനി നീ എൻ്റെ ശരീരത്തെ തൊട്ടാ ഉറപ്പാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞിരിക്കുന്ന വീട്ടുകാരോട് പറയും. ആഹാ, അതൊന്ന് കാണണമല്ലോ മോളെ. പ്ലീസ് ഇനി എന്നെ ഒന്നും ചെയ്യില്ല. പ്ലീസ് നമുക്ക് കാല് പിടിക്കാം. പ്ലീസ് എന്നെ ഒന്നും ചെയ്യില്ല. അയ്യേ, ഇത്രേ ഉള്ളൂ നീയോ? ഓ, അപ്പം ഈ പരിപാടി എനിക്ക് നേരത്തെ തുടങ്ങിയാൽ മതിയായിരുന്നല്ലോ. നേരത്തെ നിനക്ക് കുറച്ച് പേടിയുണ്ടായേനെ. ഞാൻ നിനക്കൊരു സംഭവം കാണിച്ചു തരട്ടെ. ഇന്നാ കണ്ടോ? ഇതെങ്ങനെ കിട്ടിയത്? എൻ്റെ പാത്രം ക്ലിപ്സ് ഇതെവിടുന്ന് കിട്ടിയേ? എടി, കുളിക്കാൻ കയറുമ്പോൾ ബാത്റൂമിൽ ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വേണം കയറാൻ. അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു, ബട്ട് ഞാനതൊന്ന് ഉപയോഗിച്ചു. ഐ വിൽ പുട്ട് ദിസ് ഓൺ ഇൻ്റർനെറ്റ്. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യില്ലേ പ്ലീസ്. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ് ഇടല്ലേ ഇൻ്റർനെറ്റിൽ. ഓ, അപ്പോൾ എൻ്റെ എനിക്ക് വേണ്ടി എന്തും ചെയ്യും അല്ലേ? then marry me. അപ്പോൾ അത് പറ്റില്ല അല്ലേ? then I am going to post now. അയ്യോ വേണ്ട, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. കല്യാണം എനിക്ക് കുഴപ്പമില്ല. ഗുഡ്, ദാറ്റ്സ് മൈ ഗേൾ. എങ്കിൽ ഇപ്പോൾ താഴ്ചെന്ന് പറ, നിനക്ക് എന്നെ ഇഷ്ടമാണ്, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാന്നൊക്കെ.
ചെല്ല്. എന്തിനാ എന്നോട് മാത്രം ഞാൻ എന്നാ നിങ്ങളോട് ചെയ്തത്? സസ്പെൻഷനോ കാരണമെങ്കിൽ ഞാൻ ആരോടെങ്കിലും കുറ്റം സമ്മതിച്ചോളും. ഞാൻ നിങ്ങളുടെ സസ്പെൻഷന് കാരണം അപ്പോ ഞാൻ പറഞ്ഞത് നിനക്ക് നിന്റെ വീട്ടുകാരോട് പറയാൻ മടിയുണ്ട്. സോ ഐ എം അപ്ലോഡിങ്. അയ്യോ ദൈവത്തെ അടുത്ത് ചെയ്യില്ലേ. ഞാൻ പോവാ, ഞാൻ പറഞ്ഞോളാം അവരോട്. എന്ത് ചെയ്താലും വേണ്ട, അത് അപ്ലോഡ് ചെയ്യില്ലേ. അച്ഛ, അമ്മ, വല്യച്ഛ, വല്യമ്മ, അച്ഛമ്മ, ഇച്ചായ, എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എന്നതാടി മുഖം ഭയങ്കര സീരിയസ് ആയിട്ടല്ല ഇരിക്കണേ? അത് ഞാനും ഇഷാലും 2 കൊല്ലമായിട്ട് ഇഷ്ടത്തിലാ. അത് നമ്മള് ഇപ്പോ ഇവിടെ പറയാന്ന് വിചാരിച്ചു. എന്നതാടാ നീ പറയണേ? അതെ അമ്മ, സത്യം പറയണത്. ഞാനും ഇഷാലും ഇഷ്ടത്തിലാ. വിശാൽ നല്ല മോനല്ലേ? എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ മോളെ എങ്ങോട്ടും പോകില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പം ആഹാ, അത് നല്ല കാര്യാ. അതെ വിശാലെ, നിനക്കിഷ്ടമല്ല കൊച്ചിനെ? പിന്നല്ലാണ്ട് എനിക്കിഷ്ടം എന്തായാലും. ആഹാ, പിള്ളേർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കുന്നേ. അല്ല അമ്മ, രണ്ടുപേരും പഠിക്കുമല്ലേ, അപ്പോൾ എങ്ങനെയാ? ചാച്ച, അത് എൻ്റെ ഫൈനൽ എക്സാമും ഗ്രാജുവേഷനൊക്കെ കൂടിയപ്പോൾ ഒരു 5-6 മാസത്തിൻ്റെ ഉള്ളിൽ കഴിയും. അപ്പോൾ ഞാൻ ഒരു ജോലി കിട്ടി സെറ്റിലാവുമ്പോൾ തന്നെ കല്യാണത്തെ പറ്റി ആലോചിക്കാമെന്നാണ് ചിന്തിച്ചത്. പക്ഷേ ഇവക്കുടെ സ്റ്റഡീസ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ബട്ട് ഇവക്ക് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും പഠിക്കാമല്ലോ. ഞാൻ സപ്പോർട്ടീവായിരിക്കും. ആഹാ, പിന്നെ എന്നാ വേണ്ടത്? ഇങ്ങനത്തെ ഒരു മോനെ കിട്ടാൻ പുണ്യം ചെയ്യണം. എനിക്ക് അവള് കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോളും ബാക്കി. ആ, അത് മതി എന്നാ. 6 മാസമല്ലേ മിനിമം. നമുക്ക് ഇപ്പോഴേ തയ്യാറെടുപ്പൊക്കെ തുടങ്ങാം. നമ്മളെല്ലാവരും ഉണ്ടല്ലോ. അടുത്ത ആഴ്ച ജോസഫൊക്കെ വരികയും ചെയ്യും. പിന്നെ ചാച്ച നേരത്തെ പറഞ്ഞില്ലേ അവള് ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ എന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞേ? എടാ, നമ്മൾ കൂട്ടുകുടുംബമല്ലേ. നമ്മൾ 3 ഫാമിലി ഒന്നിച്ച് ഒരു വീട്ടിലല്ലേ താമസിക്കണേ. അപ്പോൾ നീ അവളെ കെട്ടിയാലും നിങ്ങൾ ഇവിടെ എല്ലായിരിക്കുമോ? പിന്നെ ജോസഫ് അവൻ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് മാറിയത് അവൻ വർക്കായിട്ട് ബന്ധപ്പെട്ടല്ലേ. ഈ ലിയായൊക്കെ എന്നും ഇവിടെയാണ്. അപ്പുറത്തെ വീടുണ്ടായിരുന്നതുകൊണ്ട് കാര്യമില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ ഞാനും അവളും പ്ലാൻ ചെയ്തേക്കണ വേറെ വീട്ടിൽ സെറ്റിലാവാനാണ്. അതെന്നാ വർത്താനോട് ചെറുക്കം നീ പറയണേ? അച്ചാച്ചൻ മരിക്കണ മുമ്പ് പറഞ്ഞതല്ലായിരുന്നോ, എത്ര മക്കളും എത്ര മരുമക്കളും വന്നാലും ഈ വീട്ടിൽ നിന്ന് ആരും മാറരുതെന്ന്? ആ, ഞങ്ങൾ വീക്കെൻഡ്സ് ഇവിടെ ആയിരിക്കും. വീക്കെൻഡ്സ് മാത്രമല്ല, പകുതിയോളം ദിവസം ഇവിടെ ആയിരിക്കും. ഒരാഴ്ചയിൽ 2-3 ദിവസം അവിടെ പോയി നിൽക്കോളൂ. ബാക്കി ഇവിടെ ആയിരിക്കും. ജോസഫിനെ പോലെ ആണെങ്കിൽ കുഴപ്പമില്ല. ഫൈനലി അങ്ങനെ എൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്. ഇതെല്ലാം അടിച്ച് പൊളിക്കും. ഇതാ ഉറങ്ങാൻ വേണ്ടി വന്നതാണോ? ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കണ്ട. ഞാൻ എനിക്ക് വേണ്ടത് എടുത്തിട്ട് പൊക്കോളാം. ഓക്കെ? മണ്ടല്ലേ. എൻ്റെ പെണ്ണ് 6 മാസം നല്ലോണം കിടന്നുറങ്ങിക്കോ. 6 മാസം കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കും. சிறு பார்வை பார்த்திட முடியுமா முடியுமா? வலை வீசி வீசி பார்க்கின்றேன் உன் காதல்
ഇഷ്ടം